കാടും കാട്ടരുവികളും കനകകാന്തി വിടർത്തി നിൽക്കുന്ന ആലപ്ര എന്ന വനാതിർത്തി ഗ്രാമം തലമുറകൾക്ക് കൈമാറി പ്രകൃതി നൽകിയ ഹൃദ്യമായൊരു കണിക്കാഴ്ച തച്ചരിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. നീലമേഘചാത്തുകളിൽ മുങ്ങി നിൽക്കുന്ന ചെറുകാട്. കോട്ടയം ജില്ലയുടെ ഭാഗമായ മണിമല പൊന്തൻപുഴയ്ക്കടുത്താണ് ലാവണ്യവതിയായ പ്രകൃതിയുടെ മടിത്തട്ടിൽ തച്ചരിക്കൽ ദേവീസ്ഥാനം. കാടിൻ്റെ വിശിഷ്ടമായ ഹരിതഗന്ധം ഇവിടെ ഭക്തിയുടെ തീഷ്ണത വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. കാടിൻ്റെ വന്യതയിൽ കാളിപ്രീതിക്കായി പടയണി നടത്തുന്ന ദേവസ്ഥാനമെന്ന ഖ്യാതിയും തച്ചരിക്കലിന് സ്വന്തം. ദേവസ്ഥാനത്തെ തഴുകിയൊഴുകുന്ന കാട്ടരുവി. ഈ അരുവിക്കും പറയാനുണ്ടാകും ഒരു മഹാക്ഷേത്ര സങ്കേതം ഇരുൾമൂടിയ കഥകൾ. വീണ്ടും കാനനക്ഷേത്രം മുഖ്യധാരയിലേക്ക് ഉയർക്കൊണ്ട കഥകൾ. മാനത്തെ മുത്തം വയ്ക്കുന്ന വൻമരങ്ങൾ, അവയ്ക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ ചെറുപാത. വനദേവതയുടെ ഗുരുകുലം പോലെ കാടിൻ്റെ നടുവിലായൊരു ദേവാലയം. ധ്യാനനിമഗ്നയായ പ്രകൃതി ഇവിടെ പുഷ്പാഞ്ജലിക്കായി കാത്തു നിൽക്കുന്നത് പോലെ. ഇവിടെ നിത്യവും അദ്വൈതത്തിൻ്റെ ദീപനാളം തെളിയുന്നു കരാളവദനയായ കാളിക്ക് മുന്നിൽ. മഹാകാളി കാക്കുകയാണിവിടെ ശരണാർത്ഥികളായെത്തുന്ന എല്ലാവരെയും. കരുണാലോല ഹൃദയായ കാരുണ്യാമൃത വർഷിണി ഇവിടെ ഭക്തരെ കാത്തരുളുകയാണ്. മഹാശക്തി എന്ന ആലപ്ര തച്ചരിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര ഗോപുരനടയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തൻ പ്രദക്ഷിണം നടത്തി വേണം ക്ഷേത്രത്തിലെ പ്രധാന ദേവനരികിലെത്താൻ എന്നാണ് പ്രമാണം. ദേവന്റെ വലതുഭാഗത്തേക്ക് ആദ്യം പോകുന്ന തരത്തിലുള്ള വർത്തുള ചലനമാണ് പ്രദക്ഷിണം. പ്രദക്ഷിണം എന്ന വാക്കിലെ ഓരോ അക്ഷരത്തിനും പ്രത്യേക അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. പ്ര എന്ന അക്ഷരം എല്ലാ ഭാഗത്തെയും ദൂരീകരിച്ച് മനസ്സിന് ശാന്തിയേകുന്നു. മോക്ഷം ദാനം ചെയ്യുന്ന ശബ്ദമാണ് ദ. ക്ഷി എന്ന ശബ്ദം ചെയ്തുപോയ സകല തെറ്റുകളെയും രോഗങ്ങളെയും കഴുകിക്കളയുന്നു. ന എന്ന ശബ്ദം എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നു. നാം ജന്മാന്തരങ്ങളായി ചെയ്തു പോന്നിട്ടുള്ള എല്ലാ പാപങ്ങളും പ്രദക്ഷിണത്തിൻ്റെ ഓരോ കാലടി വയ്ക്കുമ്പോഴും നശിച്ചുകൊണ്ടിരിക്കും. പ്രദക്ഷിണം കഴിഞ്ഞ് നടയിൽ വന്ന് കൈകൾ കൂപ്പി തൊഴണം. നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ ചേർന്ന് 30 ഡിഗ്രി ചരിഞ്ഞു നിന്നു വേണം തൊഴാൻ. തച്ചരിക്കൽ വാഴും ദേവി ഭഗവതി തിരുവുള്ളം കനിയണേ ജഗദംബികേ. തച്ചരിക്കൽ വാഴും ദേവി ഭഗവതി തിരുവുള്ളം കനിയണേ ജഗദംബികേ. കാനന ശോഭയിൽ നൂറ്റാണ്ടുകളുടെ പഴമ പേറുന്ന തച്ചരിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. കാടിൻ്റെ നടുവിൽ പരിഷ്കൃതമായൊരു ജനസഞ്ചയം കുടിപ്പാർത്തിരുന്നു എന്നതിൻ്റെ തിരുശേഷിപ്പ് കൂടിയാണ് ഈ ശരണാലയം. നേരത്തെ ഈ ഭാഗത്ത് അതിവിപുലമായൊരു ക്ഷേത്ര സങ്കേതം നിലനിന്നിരുന്നു എന്നതിനും തെളിവുകൾ ധാരാളം. ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇവിടെ ഒരു കാലത്ത് ജനവാസം ഉണ്ടായിരുന്നിട്ട് പിന്നെ ഇവിടുന്ന് എന്തോ കാരണത്താൽ പലായനം ചെയ്തു പോകേണ്ട ഗതികളുണ്ടായ കാലത്ത് ഇവിടുത്തെ ജനങ്ങൾ ഇവിടം വിട്ട് പോവുകയും ഇത് നെടുമ്പറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് പോയ ആൾക്കാരാണ് തിരുവല്ലായിൽ നെടുമ്പറത്ത് താമസം എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ ശാന്തിക്കാരനായിരുന്ന ആളാണ് നെടുമ്പറത്തില്ലക്കാർ എന്ന് അവർക്കും വിശ്വാസമുണ്ട്. അവരുടെ ആൾക്കാർ ഇവിടെ വരുന്നുമുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത് ജീർണാവസ്ഥയിലായിരുന്നത്, നിബിഡ വനമായി പോയിരുന്നത് ഇപ്പോൾ പുനരുദ്ധരിച്ച് വന്നിട്ടുള്ളതാണ്. ഭക്തജനങ്ങൾക്ക് അതീവ വിശ്വാസമുള്ളതാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് വനത്തിനകത്തൂടെ നുഴഞ്ഞു വന്നാണ് ഇവിടെ വിളക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേവിധം അനുവർത്തിച്ച് തന്നിട്ടുള്ള അമ്മയാണ് തച്ചരിക്കലമ്മ. എന്തെങ്കിലും വീട്ടിൽ ദുരിതങ്ങളുണ്ടാകുമ്പോഴും
അതുപോലെ കുട്ടികൾ ജനിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ ഇവിടെ വന്ന് വഴിപാട് നടത്തി പോകുന്ന ആൾക്കാർക്ക് അവർക്ക് അവരുടെ ഫലസിദ്ധി കിട്ടിയിട്ടുണ്ട്. നമുക്കും എനിക്കും പല പല കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ശക്തമായൊരു ഐതിഹ്യത്തിൻ്റെ പിൻബലവും തച്ചിരിക്കൽ ദേവീസ്ഥാനത്തിനുണ്ട്. തച്ചിരിക്കലമ്മ സ്വയംഭൂവാണെന്നും പറയുന്നു. നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ അധികാരവും ഭൂമിക്കുമേൽ അധീശത്വവും പുലർത്തിയിരുന്ന ഒരു ജന്മി കുടുംബമാണ് ക്ഷേത്രസ്ഥാപനത്തിന് പിന്നിലെന്നും പറയുന്നു. ഇതിന് കാരണഭൂതരായത് അധകൃത വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളി ദമ്പതിമാരും. ഒരു വർഷം ഇവർ കൃഷിക്കായി കാടുവെട്ടി തെളിക്കുന്നതിനിടയിൽ പണിയായുധം ഒരു കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്നും രക്തം പൊടിഞ്ഞുവെത്രേ. ദമ്പതിമാർ ജന്മിയെ വിവരമറിയിച്ചു. രക്തം പൊടിച്ച കല്ല് ഭദ്രകാളി വിഗ്രഹമായിരുന്നുവെത്രേ. സ്ഥലം പരിശോധിച്ച ബോധ്യപ്പെട്ട ജന്മി ഇവിടെ ക്ഷേത്ര നിർമ്മാണവും നടത്തി പ്രതിഷ്ഠാകർമ്മവും നടത്തിയതായാണ് ചരിത്രം. ഋതുചക്ര പ്രവാഹത്തിൽ മേഖലയിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞുപോയി. ക്ഷേത്രാരാധന മുടങ്ങിപ്പോവുകയും ചെയ്തുവത്രേ. പിന്നീട് നൂറ്റാണ്ടുകളോളം കാടുമൂടി കിടന്ന ക്ഷേത്ര സങ്കേതം വീണ്ടും കണ്ടെത്തിയെന്നുമാണ് ചരിത്രം. ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൊന്തമ്പുഴ പ്രപ്പോസ്ഡ് റിസർവ് ഫോറസ്റ്റിലാണെങ്കിൽ പോലും ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ആ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തച്ചുശാസ്ത്രപ്രകാരം നമ്മൾ വിശദമായി പരിശോധിച്ചതിൽ ഇവിടെ ഒരു മഹാക്ഷേത്ര സഞ്ചയം, അതായത് 2ൽ അധികം ശ്രീകോവിലുകൾ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്ര സമുച്ചയമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ചുള്ള ഒരു ജനപദവും നിലനിന്നിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് പിന്നീട് നാട്ടുരാജാക്കന്മാരുടെയും അതുപോലെ തന്നെ നാട്ടുകൂട്ടങ്ങളുടെയും ഒക്കെ പരസ്പര കലഹത്തിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ജനവാസം ഒഴിഞ്ഞു പോകുവാനുള്ളതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം അന്യാധീനപ്പെട്ട് ജീർണിച്ചു പോവുകയും ചെയ്യുകയായിരുന്നു. ആ ജീർണ അവസ്ഥയിൽ പോലും ഇവിടെ ആദിവാസികൾ, അതുപോലെ തന്നെ കാട്ട് വഴികൾ യാത്രക്കാർ, ഇവരൊക്കെ ചെറിയ ചെറിയ ആരാധനകൾ, വിളക്ക് കത്തിക്കലുകൾ ഒക്കെ നടത്തി വന്നിരുന്നു. എങ്ങനെയായാലും ക്ഷേത്രം തീർത്തും ജീർണാവസ്ഥയിലായി. അതിനുശേഷം ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ജനവാസം ഏറി വന്നതോടുകൂടി വീണ്ടും ഈ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങൾ എത്താൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഈ ഹൈന്ദവ സേവാ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾക്കായിട്ട്. അങ്ങനെ അവരുടെ നിരന്തര ശ്രമഫലമായിട്ട് 1954 അന്നത്തെ രാജപ്രമുഖനിൽ നിന്നും അനുവദിച്ച് കിട്ടിയ 2 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം കുറച്ച് പുതിയതായിട്ട് പണി കഴിച്ച് പുനർനിർമ്മിച്ചിരിക്കുന്നത്. ദുർഗാദേവിയുടെ രൗദ്രഭാവമായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദാരികാ നിഗ്രഹം കഴിഞ്ഞ രൗദ്രഭാവം പൂണ്ടിരിക്കുന്ന ഭദ്രകാളി, പുറത്തേക്ക് നീട്ടിയിരിക്കുന്ന നാവ്, ഒരു കൈയിൽ ദാരികൻ്റെ ഉടൽ വേർപെട്ട തല, പാർന്നൊലിക്കുന്ന രക്തവും വാളും, അരക്കെട്ടിൽ മുറിച്ചിട്ട കൈകൾ തൂക്കിയിട്ടിരിക്കുന്നു. ഈ രൗദ്രഭാവത്തെ പൂജിക്കുന്നതിന് പിന്നിലും ഒരു രഹസ്യമുണ്ടത്രേ. പുറത്തേക്ക് നീട്ടിയ നാവ് മൗനത്തെ സൂചിപ്പിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണിയുടെ കറുപ്പാണ് കാളിക്ക്. കൃഷ്ണമണി ഇല്ലെങ്കിൽ കാഴ്ചയില്ല, ജ്ഞാനവുമില്ല. ഇവിടെ മഹാകാളി ജ്ഞാനത്തിൻ്റെ പ്രതീകമായി മാറുകയാണ്. ദേവിയുടെ ഒരു കൈയിൽ അഭയമുദ്രയും മറു കൈയിൽ വരദമുദ്രയുമുണ്ട്. ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് കാളിയുടെ അരക്കെട്ടിൽ ചുറ്റിയിരിക്കുന്ന കയ്യ്. ഇവിടുത്തെ പൂജാക്രമം രാവിലെ 6 മണിക്ക് നട തുറക്കും. എല്ലാ മാസവും 1-ാം തീയതി തോറും 2 നേരവും ഉണ്ട്. വെള്ളിയാഴ്ച നാരങ്ങാവിളക്ക് അന്നദാനം ഉണ്ട്. പിന്നെ 41 ദിവസം 41 പൂജയുണ്ട്, ദീപാരാധനയുണ്ട്. പിന്നെ നവരാത്രി 9 ദിവസത്തെ പൂജയുണ്ട്. ഇതിനാണ് ഇവിടുത്തെ പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാരങ്ങാവിളക്ക് കൊണ്ട് ചൊവ്വാദോഷത്തിനും രാഹുദോഷത്തിനും ഒക്കെ നല്ലതാണെന്ന് പറയുന്നു. തച്ചിരിക്കലമ്മയോടൊപ്പം തന്നെ പരമശിവനും രക്ഷസും ഭുവനേശ്വരിയും നാഗരാജാവും കുടികൊള്ളുമ്പോൾ
നാഗയക്ഷിക്ക് ചുറ്റമ്പലത്തിനും പുറത്തായാണ് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. പരമശിവന്റെ സോപാനപ്പടിക്ക് മുന്നിലായി ഇവിടെ നന്ദികേശനും വിരാജിക്കുന്നു. പരമശിവന്റെ വാഹനമായി കാളയാണ് നന്ദി എന്നറിയപ്പെടുന്നത്. നന്ദികേശൻ, നന്ദിപാർശൻ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. ശിവഗണങ്ങളിൽ അതിപ്രധാനിയും നന്ദികേശൻ തന്നെ. പരമശിവന്റെ ദക്ഷിണഭാഗത്ത് നിന്നും നന്ദി ജന്മമെടുത്തു എന്നാണ് ചരിത്രം. പ്രപഞ്ചമാതാവാണ് ഭുവനേശ്വരി ദേവി എന്നാണ് സങ്കല്പം. രക്ഷസിന് മുന്നിലായി നാഗരാജാവും കുടിയിരിക്കുന്നു. നാഗദേവതന്മാരുടെ ആസ്ഥാനമായിരുന്ന കേരളദേശത്തെ അവർ പരശുരാമന് ദാനമായി നൽകിയത്രേ. അദ്ദേഹം അത് ബ്രാഹ്മണർക്ക് നൽകിയതായാണ് പറയുന്നത്. ഇക്കാരണങ്ങളാൽ നാഗത്താന്മാർക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നു. തച്ചരിക്കൽ അമ്മൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ബാംഗ്ലൂർ, നമ്പർ 17 എവർഗ്രീൻ സ്ട്രീറ്റ്, ഫസ്റ്റ് മെയിൻ, ഉദയനഗർ, ബാംഗ്ലൂർ 16. ട്രസ്റ്റ് നേതൃത്വത്തിൽ പഠിക്കാൻ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു. ക്ഷേത്രകലകൾക്കും ദേശീയ സംസ്കൃതികൾക്കും പ്രോത്സാഹനവും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.tact.bangalore.org. തച്ചരിക്കൽ അമ്മൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ബാംഗ്ലൂർ. രാഹുദോഷ പരിഹാരത്തിനായി ഇവിടെ നടത്തിവരുന്ന നാരങ്ങ വിളക്ക് പൂജയും ശ്രദ്ധേയമാണ്. അനിഷ്ടകാരിയായാണ് രാഹുവിനെ കണക്കാക്കുന്നത്. രാഹുവിൻ്റെ ദശയിലും മറ്റു ദശകളിൽ രാഹുവിൻ്റെ അപഹാരമുണ്ടാകുമ്പോഴും അനിഷ്ടങ്ങൾ സംഭവിക്കും. ഇതിന് പരിഹാരമായിട്ടാണ് നാരങ്ങ വിളക്ക് കത്തിച്ച് ദേവിയെ പൂജിക്കുന്നത്. അമ്ലഗുണപ്രധാനമായ നാരങ്ങ ചിരാതിൻ്റെ രൂപത്തിലാക്കി നെയ്യോ എണ്ണയോ ഒഴിച്ചാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. ശക്തി സ്വരൂപിണിയായ ദേവിയെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന രാജസ പൂജയുടെ ഭാഗമായാണ് നാരങ്ങ വിളക്ക് തെളിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നടക്കുന്ന നാരങ്ങ വിളക്ക് പൂജയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി ഭക്തരാണ് എത്തുന്നത്. നാരങ്ങ വിളക്ക് തെളിച്ചിടുന്നേ, നല്ലതു വരുത്തണേ ദേവി ദയാനിധിയേ, നീ കാക്കേണ മനവരദം. ശൈലജ ശിവദൂതി ശ്രീഭദ്രകാളി, നീയെന്നും ഈ കാവിൽ ശ്രിതജനരക്ഷിണി. ശൈലജ ശിവദൂതി ശ്രീഭദ്രകാളി, നീയെന്നും ഈ കാവിൽ ശ്രിതജനരക്ഷിണി. കണ്ണീരും കൈയുമായെത്തിയിടുന്നവർക്ക് കൈവല്യമരുളുന്ന കാമസ്വരൂപിണി. വൃശ്ചികം വ്രതവിശുദ്ധിയുടെ നാളുകൾ കൂടിയാണ് സമ്മാനിക്കുന്നത്. വൃശ്ചിക മാസത്തിൽ ഇവിടെ നടത്തുന്ന ദീപാരാധനയ്ക്കും സവിശേഷതകൾ ഏറെയാണ്. പരിസരത്തെ എല്ലാ വീടുകളിലെയും സ്ത്രീകൾ പങ്കെടുക്കുന്നു എന്നതും ദീപാരാധനയുടെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ്. ക്ഷേത്രാരാധനയിലും ദീപാരാധനയ്ക്ക് പ്രഥമ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നതായി കാണാം. ഓം മഹേശ്വരിയേ നമഃ, ഓം മഹാലക്ഷ്മിയേ നമഃ, ഓം മഹാപൂജായേ നമഃ, ഓം മഹാകലഹനാശിന്യേ നമഃ, ഓം മഹാമായായേ നമഃ, ഓം മഹാസത്യായേ നമഃ. ശാന്തിക്കാരൻ സ്നാനവന്ദനാദികൾക്ക് ശേഷം നട തുറന്ന് ദീപാരാധനയ്ക്കുള്ള പൂജകൾ ആരംഭിക്കുന്നു. ഈ സമയം ഭക്തരായെത്തുന്നവർ മനസ്സിൽ ദേവിയെ സ്മരിച്ച് ചുണ്ടിൽ ദേവീസ്തോത്രങ്ങളുമായി കൈകൂപ്പി നിൽക്കണം. മനസ്സിലെ ദേഷ്യം, വെറുപ്പ് എന്നിവയെ ഇല്ലാതാക്കി വേണം തിരുനടയിൽ നിൽക്കാനും. നട തുറന്ന് മേൽശാന്തി ശംഖതീർത്ഥം തളിക്കും. അത് സ്വീകരിക്കാൻ ഭക്തർ തലകുനിച്ച് നിൽക്കണം. ശംഖതീർത്ഥം ഏറ്റാൽ മന്ത്രദീക്ഷ ലഭിച്ചതിന് തുല്യമാണെന്ന് പറയുന്നു. അമ്മേ രക്തേശ്വരി മഹാകാളി, ലോകൈകവന്ദിതേ, അമ്മേ ലോകജനപ്രിയേ, അമ്മേ വിശ്വമോഹിനി, അമ്മേ വിശ്വസ്വരൂപിണി, സർവാംഗസുന്ദരി, അമ്മേ തിരുമുമ്പിൽ ഞാൻ കൈതൊഴുന്നേ, അമ്മേ ദേവാധിനാഥേ, അമ്മേ മഹാദാനപ്രിയേ, അമ്മേ മഹാമായേ, അമ്മേ ഭക്തജനപ്രിയേ, എന്നെ കൈവെടിയരുതേ. ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും പുറത്ത് മാപ്പാക്കണമേ. ഭക്തരുടെ ഹൃദയമുരുകിയുള്ള പ്രാർത്ഥനകൾ കേട്ട് ക്ഷിപ്രപ്രസാദിനിയായി മാറുകയാണിവിടെ തച്ചരിക്കലമ്മ. തച്ചരിക്കലമ്മ ആദിരൂപമാണ്, ഐശ്വര്യമാണ്, ദുഷ്ടസംഹാരണിയും ഭക്തരക്ഷകയുമാണ്. അമ്മയെ ശരണം പ്രാപിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും ക്ഷിപ്രസാധ്യവുമാണ്.
ഈ നാടിന് തന്നെ ശ്രേയസ്കരമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തച്ചരിക്കൽ അമ്മയുടെ തിരുമുറ്റത്തെ പടയണി മഹോത്സവം. അമ്മയെ ആരാധിക്കുന്ന ഗ്രാമീണരും പരമ്പരകളും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ മറ്റു നാട്ടുകാരും പടയണിയുടെ ഭാഗമാവുമ്പോൾ അത് നാടുകളുടെ ഒത്തുചേരലായി മാറുകയാണ്. ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ഒരു ഐതിഹ്യത്തിൻ്റെ പിൻബലമാണ് പടയണിക്കുള്ളത്. അസുര ചക്രവർത്തിയായിരുന്നു ദാരികൻ. ദാരികനെ ശിവപുത്രിയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യം. ദാരികനെ അടക്കി നിർത്താനാവാത്ത ദേവന്മാർ വധിക്കണമെന്നാവശ്യപ്പെട്ട് മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിവഭഗവാനെ സമീപിച്ചു. അതോടെ അതിനായി ഭദ്രകാളിയെ നിയോഗിക്കാൻ ശിവൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത മൃത്യുഞ്ജയ മന്ത്രമായിരുന്നു ദാരികൻ്റെ അജയതയ്ക്ക് ആധാരം. ഇത് ദാരികൻ്റെ പത്നി യുദ്ധവേളകളിലെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നതിനാൽ ദാരികനെ വധിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതറിയാതെ യുദ്ധത്തിലേർപ്പെട്ട ഭദ്രകാളിക്ക് ആദ്യം ദാരികനെ വധിക്കാനും കഴിഞ്ഞില്ല. എന്നാൽ മൃത്യുഞ്ജയ മന്ത്രം ദാരികൻ്റെ പത്നി മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുത്താൽ അതിൻ്റെ ശക്തി നശിക്കുമെന്ന് ബ്രഹ്മാവ് അറിയിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ ശിവപത്നി ശ്രീ പാർവതി ദേവി പരിചാരികയായ ബ്രാഹ്മണ സ്ത്രീയുടെ വേഷം കെട്ടി ദാരികൻ്റെ പത്നിയിൽ നിന്നും മൃത്യുഞ്ജയ മന്ത്രം സ്വായത്തമാക്കി. ഇതോടെ ദാരികനെ പരാജയപ്പെടുത്താൻ ഭദ്രകാളിക്കും കഴിഞ്ഞു. പാതാളത്തിൽ അഭയം തേടിയ ദാരികൻ്റെ തലയറുത്ത് രക്താഭിഷ്ടയായ കാളിക്ക് കോപം അടങ്ങിയില്ല. ഇതു മനസ്സിലാക്കിയ പരമശിവൻ അവർക്ക് വഴിയിൽ കിടന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചു. എന്നിട്ടും കാളിയെ തടയാൻ കഴിഞ്ഞില്ല. തുടർന്ന് ശ്രീമുരുകനെ അതിനായി നിയോഗിച്ചു. എന്നാൽ മുരുകൻ്റെ ശ്രമവും പരാജയപ്പെട്ടു. ഒടുവിൽ അപ്പോൾ തോന്നിയ ഒരു ബുദ്ധി ഉപയോഗിക്കാൻ ശ്രീമുരുകൻ തീരുമാനിക്കുന്നു. അതനുസരിച്ച് പ്രകൃതിയിൽ നിന്നും ലഭിച്ച പച്ചിലച്ചാറ്, ചെഞ്ചാറ്, മഞ്ഞൾ, കരിക്കട്ടകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ചുണ്ണാമ്പ് കല്ലുകൾ എന്നിവ ചാലിച്ചെടുത്ത ചായക്കൂട്ടുകളാൽ കമുകിൻ പാളങ്ങളിൽ വരച്ചുണ്ടാക്കിയ വൈവിധ്യമാർന്ന കോലങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ചുപിടിച്ച് രൗദ്രരൂപിണിയായ കാളിയുടെ മുമ്പിൽ തുള്ളിയത്രേ. ശ്രീമുരുകൻ്റെ നെയ്യിലെയും ശിരസിലെയും കോലങ്ങൾ കണ്ട് നോക്കി നിന്ന കാളിയുടെ കോപം അടങ്ങിയെന്നും പൊട്ടിച്ചിരിച്ചെന്നുമാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിൻ്റെ പിൻബലവുമായാണ് തച്ചരിക്കൽ അമ്മയുടെ തിരുമുമ്പിലും ഭക്തർ പടയണി നടത്തി സായുജ്യരാവുന്നത്. ഇത് ഇരുളിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന വെളിച്ചത്തിൻ്റെ കലാരൂപമാണ്. ഒരു നാട്ടുകൂട്ടവും ക്ഷേത്രസങ്കേതവും അനാദിയായ വംശസ്മൃതികളും സമ്മോഹനമായി സമ്മേളിക്കുമ്പോഴത് ഒരു സംസ്കാരത്തിൻ്റെ ബഹുസ്ഫുരണമായി മാറുകയാണിവിടെ. ക്ഷേത്ര സമൂഹത്തിൻ്റെ സ്വപ്നാംശങ്ങളിലൂടെ പിറവികൊണ്ട് കാലഘട്ടങ്ങളുടെ തേയ്മാനങ്ങളെയും അതിജീവിച്ച് മുന്നേറുകയാണിവിടെ വെളിച്ചത്തിൻ്റെ കലാസൃഷ്ടി. ഇതിൻ്റെ താളമേളങ്ങൾ ഒരു ജനതയുടെ ജീവിതചര്യയുടെ സാരാംശം കൂടിയാണ്. മീനമാസത്തിലെ രോഹിണി നാളിൽ അവസാനിക്കുന്ന 7 ദിവസത്തെ പടയണിയാണ് തച്ചരിക്കൽ ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാനമായ ആട്ടവിശേഷം പടയണിയാണ്. അത് മീനമാസത്തിലെ രോഹിണി നാളിൽ അവസാനിക്കത്തക്ക പോലെ 7 ദിവസത്തെ പൂർണ്ണമായ പടയണിയാണ് നടന്നു വരാറുള്ളത്. നമ്മുടെ ഈ തച്ചരിക്കൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വടക്കൻ ചിട്ടയും തെക്കൻ ചിട്ടയും ചേർന്നുള്ളൊരു സംയുക്തമായ രീതിയിലുള്ള ചിട്ടയിലുള്ള ഒരു മാർഗത്തിലുള്ള ഒരു പടയണിയാണ് ഇവിടെ നമ്മൾ നടത്തപ്പെടുന്നത്. 7 ദിവസത്തെ പടയണിയുടെ കാര്യത്തിൽ 7 ദിവസമേ ഉള്ളൂ എങ്കിലും ഈ പടയണി അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ പടയണി അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം ആവശ്യമാണ്. ആ പരിശീലനം നൽകാനായിട്ട് നമ്മൾ ഇവിടെ ക്ഷേത്രത്തോടനുബന്ധിച്ച് എന്ന് പ്രവർത്തിക്കുന്ന പടയണി കളരി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 1-ാം വർഷം പടയണി പരിശീലിച്ച് കഴിഞ്ഞാൽ കളരി അരങ്ങേറ്റം നടത്തും. പിന്നെയും 2 വർഷം കൂടി പടയണി പരിശീലനം നടത്തിയെങ്കിലേ നമ്മുടെ പൂർണ്ണമായിട്ടൊരു പടയണി കലാകാരനായിട്ട് നമ്മൾ ഇവിടെ രംഗത്ത് വരാൻ കഴിയുള്ളൂ. 2 നാളുകളിലെ ചൂട്ടുവെപ്പിന് ശേഷം ഗണപതിക്കോലം, പഞ്ചക്കോലം, അടവി, ഇടപടയണി, വലിയ പടയണി എന്നിങ്ങനെ പുരോഗമിക്കുന്ന ഈ നാടിൻ്റെ ഉത്സവാഘോഷങ്ങൾ 8-ാം നാൾ പുലർച്ചെ പുറംഗുരുതിയോടെ പടയണിക്ക് സമാപനമാകും. മധ്യ തിരുവിതാംകൂറിൻ്റെ അനുഷ്ഠാന കലാരൂപമായ പടയണി അരങ്ങേറുന്ന കോട്ടയം ജില്ലയിലെ ഏക കാനന ക്ഷേത്രമാണ് തച്ചരിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം.
ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷം പടയണി മഹോത്സവം. 7 ദിവസം വിവിധ ചടങ്ങുകളോടെ നടക്കുന്ന പടയണി മഹോത്സവം. രണ്ടാമതായി നവരാത്രി ആഘോഷമാണ്. മൂന്നാമതായി മണ്ഡലച്ചിറപ്പ് മഹോത്സവം, 10-ാം ഉദയം, പൊങ്കാല. ഇവയൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങൾ. ഈ ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകാറുണ്ട്. സന്താനലബ്ധി, വിവാഹ തടസ്സം, മറ്റ് ബുദ്ധിമുട്ടുകൾക്കൊക്കെ ദേവിയിൽ നിന്നും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ജില്ലകളിൽ നിന്ന്, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് ഇവിടെ ആൾക്കാർ എത്തിച്ചേരാറുണ്ട്. തിരുമുറ്റത്തെ വിശാലവും വൃത്താകാരവുമായ പടയണിക്കളം. ഇവിടേക്ക് പടയണി കാണുവാൻ കാവിലമ്മയെ വിളിച്ചിറക്കണം. ചൂട്ടുവെച്ച് പച്ചത്തപ്പുകുട്ടി വിളിക്കുമ്പോൾ അമ്മ വിളി കേട്ടിറങ്ങി വരുമെന്നാണ് ഭക്തജനവിശ്വാസം. പടയണിയുടെ വേഷവും പാട്ടും നൃത്തവും തപ്പിൻതുടിപ്പും ഒരു ഗ്രാമത്തിൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഉർവരത സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ജനതയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ ഐശ്വര്യവും ആവാഹിച്ച് ദൃശ്യവും അദൃശ്യവുമായ സങ്കേതങ്ങളിലൂടെ ആ ജനതയുടെ മുന്നിൽ തന്നെ അവതരിപ്പിക്കുന്ന പടയണി ഒരേ സമയം ലളിതവും സങ്കീർണവുമാണ്. പടയണിയിലെ പ്രധാന നാളുകളിലൊന്നിൽ അടവിപ്പടയണിയും നടക്കും. കൃത്രിമമായി വനം നിർമ്മിച്ച് പടയണി ആടുന്നതാണ് അടവി. തുള്ളലിനൊടുവിൽ കൃത്രിമമായി നിർമ്മിച്ച വനം നശിപ്പിക്കപ്പെടുന്നു. ഇതോടെ കരക്കാരുടെ മനസ്സിലെ സർവ്വപാപങ്ങളും നശിച്ചതായാണ് സങ്കല്പം. വൃക്ഷമേലാപ്പുകൾക്ക് താഴെ ഭക്തമനസ്സുകളിൽ ഹരിതമുദ്ര പതിപ്പിച്ച ദൈവാലയം. ലളിതവും അതേസമയം സങ്കീർണവുമായ പടയണിയുടെ തപ്പുതാളങ്ങളും മേളങ്ങളും മനസ്സിലേക്ക് ആവാഹിച്ച പുണ്യസങ്കേതം ആലപ്ര തച്ചുരിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഇവിടെ സ്വന്തക്കരയും ബന്ധുക്കരയും ചേർന്ന് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പടയണിക്കളത്തിൽ തുള്ളിയാർക്കുന്ന മറുതക്കോലങ്ങളും അടവിക്കോലങ്ങളും. ഇതൊരു നാടിൻ്റെ സംസ്കൃതിയുടെ നേർക്കാഴ്ച. നാടിനെ കാളുന്നവളായ കാളി തച്ചുരിക്കലമ്മ. അമ്മയുടെ നടവഴികളും പ്രദക്ഷിണ വഴികളും താണ്ടി ഈ ലക്കം ഇവിടെ പൂർത്തിയാകുന്നു. നമുക്ക് കാണാം മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ചരിത്രമുഹൂർത്തങ്ങൾ സമ്മോഹനമായി സമ്മേളിക്കുന്ന ഗോപുരനടയിൽ. ഞങ്ങളുടെ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, യോഗി കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്, HB19, 6th Cross Road, പനമ്പള്ളി നഗർ 36. ഫോൺ നമ്പർ 8606008295. ഇമെയിൽ വിലാസം gopuranadayil.yogitv@gmail.com. നന്ദി, നമസ്കാരം. തച്ചരിക്കൽ അമ്മൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ബാംഗ്ലൂർ. നമ്പർ 17 എവർഗ്രീൻ സ്ട്രീറ്റ്, 1st Main, ഉദയനഗർ, ബാംഗ്ലൂർ 16. ട്രസ്റ്റ് നേതൃത്വത്തിൽ പഠിക്കാൻ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു. ക്ഷേത്രകലകൾക്കും ദേശീയ സംസ്കൃതികൾക്കും പ്രോത്സാഹനവും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.tactbangalore.org. തച്ചരിക്കൽ അമ്മൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ബാംഗ്ലൂർ. ഭാരത സംസ്കാരത്തിൻ്റെ നേർക്കാഴ്ചയായ ക്ഷേത്ര നടവഴികളിലൂടെ ഒരു പ്രയാണം ഗോപുരനടയിൽ. ചരിത്രവും പൗരാണികതയും സ്മൃതികളും സ്പന്ദനങ്ങളും ഒപ്പിയെടുത്ത് ഒരു ചുറ്റമ്പല യാത്ര ഗോപുരനടയിൽ. നിങ്ങളുടെ യോഗി TV യിൽ മാത്രം. മറക്കാതെ കാണുക.